ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നൊരു 2017 മോഡൽ മെഴ്സറസിൻ്റെ S500 കൂപ്പയാണ്. അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് 4 എയർമാറ്റിക് ആണ്. അപ്പോൾ എയർമാറ്റിക് സസ്പെൻഷൻ വരുമ്പോൾ അതിൻ്റെ കംപ്രസറും അതേമാതിരി തന്നെ അതിൻ്റെ കൺട്രോൾ വാൾവൊക്കെ വരുന്ന ലൊക്കേഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് വരുന്നത്, അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ കോമൺ ആയിട്ട് എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് സസ്പെൻഷനിൽ വരുന്നത് എന്നൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടുണ്ടെങ്കിലോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കാണുന്ന ഒരു 2017 വണ്ടിയാണെങ്കിൽ ഇപ്പോഴും വെൽ മെയിൻറ്റെയിനും അതേപോലെ തന്നെ വളരെ നീറ്റായിട്ട് തന്നെ ഇപ്പോഴും വാഹനം നിലനിൽക്കുന്നുണ്ട്. ഇനി വാഹനത്തിൻ്റെ അകത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ അകത്തെ കളർ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡാഷ്ബോർഡിലെയും സീറ്റിലെയും കളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡാർ ലുക്ക് തന്നെയാണ് വാഹനത്തിൻ്റെ അകത്തും കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു 2 ഡോർ വണ്ടിയാണെങ്കിലും വാഹനത്തിൻ്റെ പുറകിലും സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റ് ഫുൾ ഡൗൺ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ എന്താണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, അതിൻ്റെ ആ ഡാഷ്ബോർഡിൽ ലെതറും അതേപോലെ തന്നെ സീറ്റിൻ്റെ ലെതറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്യായ ലുക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ സസ്പെൻഷൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനം ലിഫ്റ്റിൽ ഉയർത്തി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ബമ്പറിൻ്റെ അടിവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ അടിവശത്തായിട്ടാണ് ഈ വാഹനത്തിൻ്റെ എയർമാറ്റിക് കംപ്രസറിൻ്റെ ലൊക്കേഷനും അതേമാതിരി തന്നെ ഇതിൻ്റെ വാൾവിൻ്റെ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് വീലിലോട്ടാണ് വാൾവ് പോകേണ്ടത്, ഏത് വീലിലോട്ടാണ് അതിൻ്റെ കണക്ഷൻ എന്നുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വാൾവിൽ എഴുതിയിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വരാൻ സാധ്യതയില്ല. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഏത് വീലിലോട്ടാണ് പോകേണ്ടത് ആ ഹോസ് എന്നുള്ളതൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ഈ മോഡൽ വാഹനങ്ങൾക്ക് ഇതിൻ്റെ ഷോക്ക് അബ്സർവറും അതേമാതിരി തന്നെ കംപ്രസറും കംപ്ലയിൻറ്റ് വരാറുണ്ട്. കംപ്രസറിനെക്കാട്ടും കൂടുതൽ ഇതിൻ്റെ വാൾവാണ് കംപ്ലയിൻറ്റ് വരാറ്. നമ്മളിത് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ഫിൽറ്റർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഫിൽറ്റർ ഈ ഒരു നമ്മുടെ ഫ്രണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ അകത്തോട്ടായിട്ടാണ് വരുന്നത്. അവിടെ നമുക്കൊരു ഹോസ് കണക്ട് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഷോക്ക് അബ്സർവറാണ്. അപ്പോൾ ഫ്രണ്ട് ഷോക്ക് അബ്സർവർ മാത്രമാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.